ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എ ബ്യൂട്ടി സെയറിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഷെന്നും പിന്നെ ഹുവായോങ്ങും കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഹുവായോങ് ഷെന്നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം നീയാണെങ്കിൽ ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞ് സ്പ്രെഡ് ചെയ്തു എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു തുടങ്ങുന്നത്. ആ സമയം ഷെന്നാണെങ്കിൽ നീ പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പറയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് ഷെന്ന് ഹുവായോങ്ങിനെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഹുവായു ആണെങ്കിൽ ഒരു പയ്യനെ ആ ഒരു ഹോട്ടലിലേക്ക് അവൻ്റെ പുറകെ അയച്ചത്. അങ്ങനെ ഒരു പയ്യൻ വരുന്നുണ്ടെന്നും അവനെ വരുത്തിച്ചതും ഒക്കെ തന്നെ ഇവരുടെ പ്ലാൻ അനുസരിച്ചാണ്. എന്നാൽ അതൊന്നും മനസ്സിലാവാതെ കൂടെ കിടന്ന് കളിക്കുവാണ് നമ്മുടെ ഹുവായു. അതേസമയം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹുവായു വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഹുവായോങ് ഒരു പാവ ഒമേഗ ആയതുകൊണ്ട് തന്നെ ഹോൾഡിങ്സിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പയ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് ഈ റൂമിലേക്ക് വന്നിട്ട് അവനെ യൂസ് ചെയ്യാറുണ്ടെന്നാണ്. അപ്പോൾ അവൻ അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഹുവായോങ്ങിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഷെന്നിനെ ഫോളോ ചെയ്ത് ആ ഒരു ഹോട്ടലിലേക്ക് വന്ന പയ്യനെ ഏൽപ്പിച്ചിരിക്കുന്നതും. ക്ലീനിങ് സ്റ്റാഫായിട്ടുള്ള ആ ലേഡീസൊക്കെ പറയുന്നത് കേട്ടിട്ടായിരുന്നു ഇത്രയൊക്കെ നമ്മുടെ ഹുവായു വിശ്വസിച്ചത്. എന്നാൽ അതെല്ലാം തന്നെ ഹുവായോങ്ങിൻ്റെ പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹുവായു തന്നെ കാണുമ്പോൾ ബാക്കിയുള്ളവർ തന്നെ യൂസ് ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കാനായിട്ട് ഹുവായോങ് അവൻ്റെ ദേഹത്ത് തന്നെ കുറേ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ നോക്കിയിട്ട് ഇതൊക്കെ ഇനി എപ്പോൾ ഉണങ്ങുമോ എന്തോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷെന്നാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ എന്തായാലും പോവാ, നിൻ്റെ ആ ഒരു ഹുവായു കാരണം എൻ്റെ സ്റ്റാഫാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത്, ഗാവോനെയാണോ ചോദിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് ഹുവായും ഷെന്നും തമ്മിൽ ഓഫീസിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ രണ്ടൊരു ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതിൽ ശരിക്കും പെട്ടുപോയത് ഗാവോ ആയിരുന്നു. അപ്പോൾ ഷെന്നാണെങ്കിൽ അവൻ തന്നെ, ഞാൻ എന്തായാലും അവനെ കാണാനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുവാണെന്ന് പറയുന്നുണ്ട്. ഹുവായോങ് ആണെങ്കിൽ അപ്പോൾ ഷെന്നിൻ്റെ അടുത്ത് നീയാണെങ്കിൽ ഭയങ്കര ആരോഗ്യമായിട്ടിരിക്കണം, ഇനി നിന്നെ ഹുവായു അടിക്കാൻ വല്ലതും വന്നു കഴിഞ്ഞാൽ അവനെ നീ തിരിച്ചൊന്നും ചെയ്തേക്കണ്ട, ആ ഒരു അടി നീ അങ്ങ് വാങ്ങിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷെന്നാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കൂടെ ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻറ്റും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഇവരെ ഫോളോ ചെയ്ത് വന്ന പയ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അവൻ മറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ പോയി കഴിയുന്നതും ആ ഒരു പയ്യനാണെങ്കിൽ പതുക്കെ ഹുവായോങ്ങിൻ്റെ ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറാണ്. ഹുവായോങ് ഈ പയ്യൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുമായിരുന്നു. ആ പയ്യൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറി തൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് അറിയുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് കരയുന്ന പോലെ പേടിച്ചൊക്കെ നിൽക്കുകയാണ്. ആ പയ്യനാണെങ്കിൽ അപ്പോൾ പേടിക്കണ്ട, ഞാനാണെങ്കിൽ ഹുവായു പറഞ്ഞിട്ട് വന്നതാണ് നിന്നെയും കൊണ്ട് പോകാനായിട്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയം ഹുവായോങ് ആണെങ്കിൽ ഇല്ല ഞാൻ വിശ്വസിക്കത്തില്ല, താൻ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹുവായു ആയിട്ട് അവൻ ഫോൺ കോളിലിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസാരിക്കാനായിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് സംസാരിക്കുമ്പോൾ ഹുവായു ആണെങ്കിൽ ഇത് ഞാൻ തന്നെയാണ്, നീ പേടിക്കേണ്ട, ആ പയ്യൻ്റെ കൂടെ നേരെ നീ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യനാണെങ്കിൽ ഹുവായോങ്ങിനെ കാറിൽ നേരെ ഹുവായു താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഹുവായു ആണെങ്കിൽ ഹുവായോങ്ങിനെ ഒന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. ഹുവായോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് ഷോക്കിലിരിക്കുമ്പോൾ ഇരിക്കുകയാണ്. കാരണം ഇപ്പം ഹുവായു വിചാരിച്ചിരിക്കുന്നത് ഒത്തിരി പയ്യന്മാർ അവനെ യൂസ് ചെയ്തു എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവനും ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹുവായോങ്ങിൻ്റെ അടുത്ത് ഹുവായു പറയുന്നുണ്ട് ഇത് ഞാൻ തന്നെയാണ്, നീ പേടിക്കണ്ടെന്നൊക്കെ. അങ്ങനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഹുവായോങ് പറയുന്നുണ്ട് എനിക്കൊന്ന് കുളിക്കണമെന്ന്. എന്നാൽ ഹുവായു വേണ്ട, നിൻ്റെ ദേഹത്ത് ഒത്തിരി മുറിവുകളുണ്ടെന്ന് പറയുമ്പോൾ ഹുവായോങ് ആണെങ്കിൽ ഇല്ല എനിക്ക് കുളിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹുവായു ഓക്കെ നിൻ്റെ ഇഷ്ടമായിക്കോട്ടെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് ഹുവായോങ് ആണെങ്കിൽ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഹുവായു അവന് മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹുവായോങ് ആണെങ്കിൽ ആ സമയം എനിക്കാണെങ്കിൽ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും ആ റിസർച്ചിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തരാം, നിനക്കത് വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവനങ്ങനെ ചോദിക്കുന്നത് മനഃപൂർവ്വമാണ്. കാരണം ഹുവായു വിചാരിച്ചിരിക്കുന്നത് അവനാണെങ്കിൽ ഇപ്പോൾ ഷെന്നിൻ്റെ ആ കമ്പനിയിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടാണ് ഷെന്നാണെങ്കിൽ അവനെ ലോക്ക് ചെയ്ത് ഇവിടെ ഇട്ടതും ഷെന്നിൻ്റെ കമ്പനിയില്ല അല്ലെങ്കിൽ എക്സ് ഹോൾഡിങ്സ് കമ്പനിയില്ല ആ ആൾക്കാർ വന്നിട്ട് ഇവനെ യൂസ് ചെയ്തതും എന്താണെന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴാണ് കൂടുതൽ ആ ഒരു കള്ളത്തരം സ്ട്രോങ് ആവുന്നത്. എന്തായാലും പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഹുവായു ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഹുവായോങ് ആണെങ്കിൽ ഹുവായുവിൻ്റെ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമൊന്നും അറിയത്തില്ല. ആ സമയം ഹുവായു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഹുവായു ഹുവായോങ്ങിൻ്റെ അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനും ഫുഡ് കൊടുത്തിട്ട് കഴിക്കാനായി തുടങ്ങുന്നുണ്ട്. ഹുവായോങ്ങിൻ്റെ ഫോൺ കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവന് വേണ്ടിയിട്ട് ഹുവായു ഒരു പുതിയ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാൽ മതി, പുതിയ സിം ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ദിവസം അവൻ്റെ കൂടെ നിൽക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഹുവായോങ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അതൊന്നും കുഴപ്പമില്ല, നിനക്കും കമ്പനിയിൽ ചെയ്യാനായിട്ട് ഒത്തിരി വർക്ക് കാണുമല്ലോ, പൊക്കോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഹുവായു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ആരോ റിസർച്ചിൻ്റെ ആൾക്കാരോ ടീമിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് 2-3 മെസ്സേജ് അവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവൻ നോക്കിയിട്ട് ഇവനാണെങ്കിൽ ആ ഒരു ഡിക്റ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനെ കോൾ ചെയ്തിട്ട് നീ ഇപ്പോൾ ഷെന്നിനെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ആ പയ്യൻ ഞാൻ ഷെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഷെന്നാണെങ്കിൽ ഇവിടെ ഓഫീസിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം, നീ അവിടെ തന്നെ നിന്നോളാനായിട്ട് പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗാവോനെയാണ്. ഗാവോ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഷെന്നും അവനും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അവിടെ നിൽക്കുന്നത് എടുത്ത് നോക്കുന്നുണ്ട്. ഷെൻ അവൻ്റെ അടുത്ത് എനിക്ക് ഒമേഗാസിനെ ഇഷ്ടമല്ല, എനിക്കൊരു ഒമേഗേനെ ഇഷ്ടമല്ല
തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഹുവായോങ് മാത്രമാണ് എന്നിങ്ങനെ പറയുന്നതൊക്കെ ആലോചിക്കുവാണ്. അടുത്ത് വീണ്ടും ഷുവായുവിനെ കാണിക്കുന്നു. അവനാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ മുഖത്ത് എന്തോ മുറിവിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു. ഹുവായോങ് അത് കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ അതൊന്നുമില്ല, നീ ആണെങ്കിൽ ഡിന്നർ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹുവായോങ് ആ സമയം ഷുവായുവിൻ്റെ മുറിവിലൊരു കിസ് കൊടുത്തിട്ട് വേദനിക്കുന്നുണ്ടോ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹുവായോങ് ആണെങ്കിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ഷുവായു അപ്പോൾ എന്ത് പറ്റി, ഇന്ന് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയുമ്പോൾ ഹുവായോങ് ആണെങ്കിൽ അത് പിന്നെ ഈ മുറിവുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ആ സമയം ഓ ക്യൂട്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഷുവായുവിൻ്റെ അസിസ്റ്റൻറ്റ് ഹുവായോങ്ങിൻ്റെ ബാഗിൽ ആ ഒരു റെക്കോർഡർ പോലത്തെ സംഭവം ഇട്ടേന് സോറി പറയാണ്. അത് താനാണെങ്കിൽ പറഞ്ഞിട്ട് ചെയ്തതല്ല, അവനായിട്ട് ചെയ്തതാണ്, ക്ഷമിക്കണം, ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നും പറയുന്നുണ്ട്. ആ ടൈമിന് ഇവൻ പിന്നെ അഭിനയിച്ച് അങ്ങ് കരയാനായിട്ട് തുടങ്ങാണ്. ഷുവായു അപ്പോൾ ഇല്ല ഇല്ല കരയണ്ട, ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് ഇവനെ സമാധാനിപ്പിക്കുകയാണ്. ആ സമയം ഹുവായോങ് ആണെങ്കിൽ ഷുവായിനെ കിസ് ചെയ്യുന്നുണ്ട്, അവനും തിരിച്ച് കിസ് ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ഗാവോനെയാണ്. അവനെ ഇപ്പോൾ കാണാനായിട്ട് ഷെന്ന് വീട്ടിലേക്ക് വന്നേക്കാണ്. ഷെന്നപ്പോൾ ഇവൻ താമസിക്കുന്ന സ്ഥലത്ത് ഇനിമേ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇത്രയും മോശമായിട്ടുള്ളൊരു സ്ഥലം കാണുമ്പോഴത്തേക്കും നീ ഇത്രയും ഇങ്ങനെ മോശമായിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്, നീ ഡോർ ഓപ്പൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ നിൽക്കുന്നുണ്ട്. ആ സമയം പക്ഷേ ഗാവോ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ വയ്യാതെ കിടക്കുമായിരുന്നു, വീട് ക്ലീൻ ചെയ്തിട്ടില്ല, കയറിയാൽ ശരിയാവും തോന്നുന്നില്ല എന്ന്. ഗാവോ അപ്പോൾ അതെന്താ നിൻ്റെ ഒമേഗയായിട്ടുള്ള പാർട്ട്ണറും ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഇവിടെ വേറെ ആരും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഗാവോ അപ്പോൾ എങ്കിൽ പിന്നെ കുഴപ്പമില്ല മാറെന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഗസ്റ്റ് ഒന്നും വരാറില്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ കൊടുക്കാനായിട്ടൊന്നുമില്ല, വെള്ളം മാത്രം മതിയോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവന് കുടിക്കാനായിട്ട് ഗാവോ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗാവോ എന്ത് പറ്റി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഷെന്നാണെങ്കിൽ അതിനിപ്പോൾ മറുപടി കൊടുക്കുന്നില്ല കറക്റ്റായിട്ട്. ആ സമയം ഷെന്നിൻ്റെ മുഖത്ത് എന്തൊരു മുറിവിൻ്റെ പാട് കണ്ടിട്ട് എന്ത് പറ്റിയാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ രാവിലെ ഓഫീസിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഷുവായി വന്നിട്ട് വെറുതെ ഞാനുമായിട്ട് അടിയുണ്ടാക്കി, അവൻ എന്തിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഗാവോ ആണെങ്കിൽ നിങ്ങളുടെ എന്താ കൊച്ചു കുട്ടികളാണോ, എന്ത് കാര്യത്തിനാണ് അടിയുണ്ടാക്കിയത് എന്ന് ചോദിക്കുകയാണ്. എന്നപ്പോൾ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട് എന്ന് പിന്നെ അവൻ പറയുന്നില്ല. അവൻ അങ്ങനെ വെള്ളം കുടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഗാവോ സമയം ഹുവായോങ് ഓഫീസിലേക്ക് വന്നു തുടങ്ങിയോ, ആൾ ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷെന്നാണെങ്കിൽ നീ എന്തിനാ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത്, നിനക്ക് അവൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ ചോദിച്ചേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം നീയാണെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് ആലോചിക്കാതെ സ്വന്തം കാര്യം ആലോചിക്കുക, നീയേ ഇവിടെ വയ്യാതിരിക്കുക, അതുമാത്രമല്ല നീ താമസിക്കുന്നതും എന്ത് സ്ഥലമായത്, നിനക്ക് നല്ലൊരു സ്ഥലത്ത് താമസിച്ചൂടെ, കമ്പനി നിനക്ക് നല്ല ക്യാഷ് തന്നെ സാലറി ആയിട്ട് തരുന്നത്, പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് കമ്പനിയിലെ ക്യാഷ് അങ്ങനെയൊക്കെ അങ്ങ് പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാ സമയം ഞാൻ നിനക്ക് മുമ്പ് തന്നിട്ടുള്ള പൈസ എല്ലാ മാസവും നീ എനിക്ക് കുറച്ച് കുറച്ചായിട്ട് തിരിച്ചു തരുന്നുണ്ട്, പക്ഷെ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ, ആ പൈസയ്ക്ക് നിനക്ക് നിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഗാവാണെങ്കിൽ അത് തിരിച്ചു തന്നില്ലെങ്കിൽ എന്തോ മോശമായിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പം എന്തായാലും നല്ല ലേറ്റ് ആവുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഈ ഏരിയ അത്ര നല്ലതല്ല, പോകുന്നതാണ് നല്ലത് എന്നിങ്ങനെ പറയാണ്. എന്നാ സമയം നീ എന്താ എന്നെ പുറത്താക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗാവോ അല്ല അങ്ങനെയൊന്നുമല്ല അങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഇവിടെ ഫുൾ ഒമേഗയുടെ സ്മെല്ലാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അവൻ ഇറക്കി വിട്ടോണ്ടാണെന്ന് അറിയത്തില്ല, ഇവൻ ദേഷ്യം വന്നിട്ട് അവിടെയുള്ള വേറൊരു റൂമിൻ്റെ ഡോറിൽ ഭയങ്കരമായിട്ട് ചവിട്ടുന്നുണ്ട്. ആ റൂമിൽ താമസിച്ചിരുന്ന ഒരു ലേഡി അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് താൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അവനപ്പോൾ അതുപോലെ ഞാൻ അറിയാതെ വീഴാൻ പോയപ്പോൾ അവൻ തട്ടിയതാണെന്ന് പറയാണ്. ആ ഒരു ഹോളിൽ കിടന്ന ബൾബും നേരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ബ്ലിങ്ക് ചെയ്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ലേഡി അപ്പോൾ ഇവിടെ തൊട്ട് മുകളിലത്തെ റൂമിൽ താമസിക്കുന്ന പയ്യൻ ഇതുപോലെ ഒരിക്കൽ ലൈറ്റ് നേരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്ന് വീഴാനൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്. ഗാവോയിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഷെന്നിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ട് ഷെന്നാണെങ്കിൽ ഒരു വർക്കറിനെ വിളിച്ച് വരുത്തിയിട്ട് അവിടുത്തെ ബൾബെല്ലാം നേരെയാക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് അവിടുത്തെ സ്ട്രീറ്റിലെ ലൈറ്റും ഒന്നും ഓക്കെ ആയിരുന്നില്ല. അയാളുടെ അടുത്ത് അതും ശരിയാക്കാൻ പറയുമ്പോൾ അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല, അല്ലാതെ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ അത് ചെയ്യുക, നിങ്ങൾക്ക് 3 ഇരട്ടി ക്യാഷ് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ അത് ചെയ്യാമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഹുവായോങ്ങിനെ ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷുവായു വിളിച്ചിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ വന്ന് നോക്കിയതിനേക്കാളും നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ആൾ റിക്കവർ ആവുന്നുണ്ടെന്ന്. എന്നിട്ട് ഡോക്ടർ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കൂടെ ഷുവായു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, സാധാരണ ഒരു എസ്റ്റേർ ആൽഫയ്ക്ക് അങ്ങനെ വരാറൊന്നുമില്ല, മേ ബി ഇത് വർക്കിൻ്റെ സ്ട്രെസ്സ് കാരണമായിരിക്കും, അതുകൊണ്ട് നെക്സ്റ്റ് ടൈം അങ്ങനെ വരുമ്പോഴത്തേക്കും യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്രേ ഒക്കെ തരാം. പിന്നെ ഇപ്പോഴും മൊത്തത്തിൽ ഹുവായോങ് ആണെങ്കിൽ ഓക്കെ ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളാണെങ്കിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഹുവായോങ്ങിന് ഒരു പക്ഷേ ആ ഒരു ഫെറോമോൺസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ നിന്ന് ഏതൊരു പർട്ടിക്കുലർ ടൈമിൽ മേ ബി മന്ത്ലി ആയിരിക്കും ഇവരുടെ എല്ലാവരുടെയും ബോഡിയിൽ നിന്ന് ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആകും. അപ്പോൾ ആ ടൈമിന് ഇവൻ എന്തോ ഒരു ഫെറോമോണൽ ഡിസോർഡർ പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇവൻ്റെ ബോഡി ഭയങ്കര വീക്ക് ആവുന്ന പോലെയൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇവൻ്റെ കമ്പനിയിൽ ഇവനിപ്പോൾ അസിസ്റ്റൻറ്റിനോട് സംസാരിക്കുന്നതാണ്. ഷുവായി പറയുന്നുണ്ട് ഷെന്നിൻ്റെ കമ്പനിയിൽ പർച്ചേസിൻ്റെ സ്റ്റോക്കും വാല്യൂസും പ്രൈസസും ഒക്കെ തന്നെ കണ്ടുപിടിച്ച് തനിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. അതൊക്കെ ഇങ്ങനെ കുറേ ദിവസം അതിൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കുറേ ന്യൂസ് പോലത്തെ സംഭവമൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ ഷെന്നിൻ്റെ കമ്പനിയിൽ അവരാണെങ്കിൽ അവരുടെ സ്റ്റോക്കിൽ തന്നെ കുറേ മാനിപ്പുലേഷനും കളതരം എന്തൊക്കെയോ
കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വെച്ച് പറഞ്ഞിട്ട് ഷെന്നിൻ്റെ കമ്പനിയിലും എന്തൊരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് ഗാവുവിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ സീറ്റിൽ ഇരിക്കുകയാണ് ഓഫീസിൽ. ആ ടൈമിന് അവൻ്റെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ ഉണ്ടായിരുന്നു. അവനത് കൊടുക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചാണ് ഇരിക്കുന്നത്. ആ സമയമാണ് അവിടുത്തെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ നീ നന്നായിട്ട് സംസാരിച്ചു, നീയാണെങ്കിൽ ഷെന്നിനോടുള്ളത് ശരിക്കും നല്ലൊരു കാര്യമാണ്. കാരണം നിന്നെപ്പോലെ ഒരാളുള്ളതുകൊണ്ടാണ് അവന് മിക്ക സമയത്തും ജോലിയിൽ സ്ട്രെസ് വരുമ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോവാണ്. ഇയാൾ വന്ന സമയത്ത് ആ റെസിഗ്നേഷൻ ലെറ്റർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ പോയതും അത് വീണ്ടും എടുത്തിട്ട് ഇപ്പം കൊടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ മതിയെന്ന് എഴുതിയിട്ട് അവൻ ആ പേപ്പർ കീറിക്കളയാണ്. അടുത്ത് കാണിക്കുന്ന ഹുവായോങ്ങിനെയാണ്. അവനിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് ഷുവായുവിൻ്റെ അസിസ്റ്റൻറ്റ് അവനെ കോൾ ചെയ്തിട്ട് ഷുവായുവിന് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് വീട്ടിൽ വരത്തില്ല, അതൊന്നും വിളിച്ച് പറയാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാനായിട്ട് വിളിച്ചാണെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. ഷുവായുവിനിപ്പോൾ ആ ഒരു ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന ടൈമാണ്. അതുകൊണ്ടാണ് അവൻ ഹുവായോങ്ങിൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കുന്നത്. അത് ഹുവായോങ്ങിന് നന്നായിട്ട് അറിയാം. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഹുവായോങ് വീട്ടിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിനാണ് ഷുവായു തിരിച്ചു വരുന്നത്. ഹുവായോങ്ങിനെ കാണുമ്പോൾ അവൻ ടയേർഡായിട്ടിരിക്കുന്ന പോലെ ഷുവായുവിന് തോന്നുന്നുണ്ട്. ഷുവായു ഹുവായോങ്ങിനെ വന്ന് ഹഗ് ചെയ്തിട്ട് നിനക്ക് എന്ത് പറ്റി, ടയേർഡായിട്ടിരിക്കുന്നുണ്ടല്ലോ, എന്നെ മിസ് ചെയ്തുകൊണ്ടാണോ ഇങ്ങനെ ടയേർഡായി പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹുവായോങ് അപ്പോൾ അതെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നൈറ്റ് അവർ രണ്ടും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ആ ഒരു ടൈമിന് ഹുവായോങ് ആണെങ്കിൽ ഇനി ഉറങ്ങിയോ എന്നിങ്ങനെ ഷുവായോട് ചോദിക്കുമ്പോൾ ഷുവായു എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ അത് പിന്നെ ഞാനൊരു മോശക്കാരനായിട്ടുള്ളൊരു പയ്യനാണ്, ഞാൻ ചീത്തയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഷുവായു ആണെങ്കിൽ ഇനി എന്തൊക്കെയാണ് പറയുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹുവായോ ഇങ്ങനെ ഇത്രയും ദിവസം ഷുവായു തൻ്റെ കൂടെ ഇല്ലാതിരുന്നത് ഷുവായുവിൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന ടൈം ആയതുകൊണ്ട് അവൻ മാറി നിന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ആവുന്ന ടൈമിന് ഇവർക്കാണെങ്കിൽ ഈ ഇൻറ്റിമേറ്റ് ആണ് അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഷുവായു തൻ്റെ അടുത്തുനിന്ന് മാറി നിന്നപ്പോൾ മറ്റൊരു ഒമേഗയുടെ കൂടെയാണ് നിന്നത്, തന്നെ വേണ്ടാത്തതുകൊണ്ടാണ് എന്നിങ്ങനെ ഇവൻ്റെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ മോശമായതുകൊണ്ടല്ലേ നീയാണെങ്കിൽ എൻ്റെ കൂടെ ആ സമയത്ത് നിൽക്കാതെ മാറി നിന്നത്, നിൻ്റെ കൂടെ വേറെ ഒമേഗ ആയിരുന്നില്ലേ, ഇത്രയും ദിവസം നീ എൻ്റെ കൂടെ ഇന്നില്ലേ, എന്നെ ഹഗ് ചെയ്യുന്നു, എന്നെ കിസ് ചെയ്യുന്നു, എന്നിട്ടും എന്നെ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് സത്യം പറഞ്ഞാൽ അങ്ങനെ വേറെ ഒമേഗയൊന്നും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഷുവായു ഹുവായോങ്ങിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷുവായു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല, നീ വേറെ ഒന്നും ആലോചിച്ച് കൂട്ടണ്ടാന്ന്. എന്നാലും ഹുവായോങ്ങിന് ഷുവായുവിൻ്റെ അടുത്ത് ആ ഒരു ദേഷ്യം മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ തിരിഞ്ഞങ്ങ് കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ ഷുവായും ഹുവായോങ്ങിനെ ശല്യം ചെയ്യാൻ പോകുന്നില്ല, അവനും തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ എപ്പോഴും ഷുവായു ആണെങ്കിൽ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഹുവായോങ്ങിന് ബോധം ഉണ്ടായിരുന്നില്ല. അവരെ തട്ടി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ അവൻ എഴുന്നേൽക്കുന്നില്ല. ആ സമയം പെട്ടെന്ന് തന്നെ ഷുവായു ഡോക്ടറിനെ കോൾ ചെയ്യുകയാണ്. ഡോക്ടർ താൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്ന ആ ഒരു ഇഞ്ചക്ഷൻ ഇപ്പോൾ ഹുവായോങ്ങിന് കൊടുക്കാനായിട്ട് ഷുവായുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഷുവായു ഉടനെ തന്നെ ആ ഒരു ഇഞ്ചക്ഷൻ അവന് കൊടുത്തിട്ട് അവൻ്റെ കൂടെ ഇരിക്കുവാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ടിരുന്നേരം ബൈ.